എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയുടെ ആർട്ടിലറി സെന്ററിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്ന് നമുക്ക് 28 ദിവസം വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 28 ദിവസം വരെ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. വന്നിരിക്കുന്ന പോസ്റ്റുകൾ ഫയർമാൻ ആണ്. 4 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡിനും EWS കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. സൈസ് അടുത്ത പോസ്റ്റാണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം. സാലർ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യാം. റിക്രൂട്ട്മെന്റിലേക്ക് പറഞ്ഞിരുന്ന ക്വാളിഫിക്കേഷൻ ഫയർമാനിലേക്ക് ലെവൽ 2 ആണ്. സാലറി സ്കെയിൽ 19,900 മുതൽ 63,200 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യം ലഭിക്കുന്നതാണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഫയർമാൻ തസ്തികയിലേക്ക് 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് നോർമൽ 81.5 സെന്റിമീറ്ററും എക്സ്പാൻഷൻ വരുമ്പോൾ 85 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം 50 കിലോ വെയിറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ക്യാരിങ് എ മാൻ ഫയർ ലിഫ്റ്റ് ക്യാരിങ് എ മാൻ ഓഫ് 63.5 കിലോഗ്രാം ടു എ ഡിസ്റ്റൻസ് ഓഫ് 183 മീറ്റേഴ്സ് വിത്തിൻ 96 സെക്കൻഡ് ആണ് എൻട്രൻസ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. 2.7 മീറ്റർ വൈഡ് ഡിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് സൈസ് ആണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ലെവൽ 1 ആണ് സാലറി സ്കെയിൽ. 16 മുതൽ 56,900 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് സാലറി ആണ്. 16 മുതൽ 56,900 വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ അലവൻസ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ് ഫയർമാന്. സൈസും സാലറി പോസ്റ്റിലേക്ക് 18 മുതൽ 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിക്രൂട്ട്മെന്റിലേക്ക് ഓഫ്ലൈനായിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോമും നോട്ടിഫിക്കേഷനും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. അപേക്ഷയുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്